ഫ്രണ്ട്സ്, ലൈജൂസ് ബേസിക് ഡ്രോയിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. ഒപ്പം ഇനി എൻ്റെ മുന്നോട്ടുള്ള പഠന രീതികൾ, അതിനു വേണ്ടിയുള്ള ചെറിയ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ കാണുന്നവരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അതിപ്പോൾ നല്ലതാണെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും നല്ല കനത്ത മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആവുന്നതും വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഗേൾസിനോട്. ബോയ്സിന് എന്തായാലും പുറത്തു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗേൾസിന് പോകേണ്ട എന്നല്ല, ആവുന്നതും മഴയത്തൊന്നും പോകാതിരിക്കുക. ഇപ്പോഴുള്ള ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇനി വെറുതെ മഴയൊക്കെ നനഞ്ഞ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുത്തി വീട്ടിലോട്ട് കൊണ്ടുവരണ്ട എന്ന രീതിക്കാണ് പുറത്തൊന്നും പോകണ്ട എന്ന് ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാം. ഇവിടെ നല്ല മഴയാണ്, അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ ഓരോ ദിവസവും മഴ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ വേണം നമ്മുടെ പഠനം. അപ്പോൾ ഇപ്പോൾ തന്നെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എപ്പോഴാണോ പനി വരുന്നത് എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സേഫാണ്, അസുഖങ്ങളൊന്നും ഇല്ല. അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ, അതാണ് ഞാൻ സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ വലിയ കനത്ത മഴയും കാര്യങ്ങളൊന്നും എവിടെയും ആയിട്ടില്ല. എങ്കിൽ പോലും സേഫായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ, അപകടങ്ങളൊന്നും ഇല്ലാതെ സേഫായിരിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇതുവരെ റിവിഷൻ പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ മാസത്തോടു കൂടി കുറച്ചുകൂടെ, അതായത് ഞാൻ ചെയ്തു വന്നിരുന്ന ആ ഒരു രീതിയിൽ നിന്നും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് എനിക്ക് എക്സാം വരുന്നത്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെയാണ് എക്സാം. അതുകൊണ്ട് തന്നെ എനിക്ക് 2 മാസമാണ് ഇനി മുന്നോട്ടുള്ളത്. ജൂൺ, ജൂലൈ മാസത്തിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ നോക്കി വന്നപ്പോൾ 10 ദിവസം വെച്ച് പഠിക്കാം എന്ന രീതിക്കൊക്കെയാണ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയതൊക്കെ മുൻഗണനയിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലായത് കൊണ്ടാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മൊത്തം ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. അത് ഞാൻ എന്താണെന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ എല്ലാവരുടെയും പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇനി സ്റ്റഡി പ്ലാൻ, ഇനിയുള്ള 100 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, ഏതൊക്കെ സബ്ജക്റ്റുകൾ ഒഴിവാക്കാം അല്ലെങ്കിൽ ഏതെല്ലാം ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാം, അങ്ങനെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, നമ്മൾ ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീഡിയോസ് കാണണ്ട എന്നല്ല, കണ്ടോളൂ. അതായത് ഏതൊരു വീഡിയോ കണ്ടാലും അതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് വീഡിയോസ് കാണണ്ട എന്നല്ല, അത്യാവശ്യം സ്പീഡിലിട്ടിട്ട് തന്നെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിലും അത്യാവശ്യം സ്പീഡിലിട്ടിട്ട് കണ്ടോളൂ. കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി, നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ധാരാളം വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇതെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ചില ടോപ്പിക്സൊക്കെ ഒഴിവാക്കിയാൽ അതൊക്കെ വലിയ ടോപ്പിക്കല്ലേ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എപ്പോഴും ഞാൻ പറയുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ വലിച്ചു വാരി പഠിക്കാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിനും മലയാളത്തിനും കറണ്ട് അഫയേഴ്സിനും മാത്സിനും കൂടി മൊത്തം 50 മാർക്കാണ് വരുന്നത്. അതായത് പകുതി ശതമാനം, 50% മാർക്ക് ഇതിനു വേണ്ടി മാത്രമാണ് വരുന്നത്. അപ്പോൾ കൂടുതലും ഇതിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ. ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ മാത്സൊക്കെ ആയിരിക്കും പൊതുവെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ആ ഭാഗങ്ങൾ കുറച്ചുകൂടെ നമ്മൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, നമ്മളെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നോക്കി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഇന്നേ വരെ കറണ്ട് അഫയേഴ്സ് എഴുതി പഠിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. ആ ഒരു എക്സാം ടൈമിൽ ബുക്ക് വാങ്ങി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ബുക്കൊക്കെ വാങ്ങി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത്, റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേ ഇരിക്കുക. എവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സൊക്കെ നല്ലപോലെ പക്ക ആക്കി വയ്ക്കുക. പിന്നെ പോകുന്നത് നമ്മുടെ സയൻസ്, IT, സുപ്രധാന നിയമങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെയാണ്.
അതിൽ നിന്നൊക്കെ നമുക്കറിയാവുന്ന നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കുക. സുപ്രധാന നിയമങ്ങളിൽ ഒരു ടോപ്പിക്കും വിട്ട് കളയാനില്ല. 5 ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം എല്ലാ എക്സാംസിലും കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ തീർച്ചയായും പഠിക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും അതൊക്കെ ആവർത്തിച്ച് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പ്രീവിയസ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവസാനം മാത്രം ഹിസ്റ്ററിക്കും ജിയോഗ്രഫിക്കും വരുന്നതായിരിക്കും നല്ലത്. കാര്യം അത് വൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ മാർക്ക് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എങ്കിൽ പോലും ഇതെല്ലാം ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് അവിടെ എത്തുന്നതായിരിക്കും നല്ലത്. ആദ്യമേ അതിൽ പോയി ഇരുന്നാൽ ഒത്തിരി വായിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് വരുമ്പോഴേക്കും നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥ വരും അവസാനം ആകുമ്പോഴേക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സെപ്റ്റംബറിലാണ് എക്സാം. പിന്നെ എനിക്ക് 2 മാസമാണുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ ഒരു ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയപ്പോഴാണ് ഞാൻ പൊതുവെ മറ്റാരുടെയും ടൈം ടേബിൾ ഫോളോ ചെയ്യാത്ത ആളാണ്. എനിക്ക് എൻ്റേതായ സമയവും എൻ്റെ സാഹചര്യവും നോക്കി ഞാനാണ് എൻ്റെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവർക്ക് മാത്രമേ അറിയുള്ളൂ എത്ര കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് പഠിച്ച കയറുമോ, എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ഏതൊക്കെ വിഷയത്തിലാണ് സ്ട്രോങ്, എന്നാൽ ഏതൊക്കെയാണ് നമ്മളെ കൊണ്ട് കിട്ടാത്തത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വയം ഉള്ള ഒരു തിരിച്ചറിവിലൂടെ മാത്രമാണ് നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക. അല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അവരുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് എങ്ങും എത്താത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, അത് ഓർക്കുക. അപ്പോൾ നിങ്ങളായി തന്നെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി നല്ല പോലെ തന്നെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ മാത്സിൽ തന്നെ കിട്ടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ജോമെട്രി വലിയ താല്പര്യം ഇല്ലാത്തൊരു മേഖലയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അത് സ്കിപ്പ് ചെയ്തു. ഒരു മാർക്കിന് വേണ്ടി ഒത്തിരി നേരം അതിനു വേണ്ടി ഇരിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. പിന്നെ അത് എത്ര പഠിച്ചാലും എനിക്കത് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സാമിന് ഞാൻ കുറച്ച് എനിക്ക് നോക്കണമെന്നുണ്ട്. അപ്പം ഇനി സമയം കിട്ടുവാണെങ്കിൽ മാത്സ് ബാക്കി എല്ലാ ഭാഗവും കുഴപ്പമില്ലാതെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി എനിക്കൊന്ന് നോക്കണമെന്നുണ്ട്. ജസ്റ്റ് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. എനിക്കെന്തോ ആ ഒരു ഭാഗം പണ്ട് മുതലേ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യലാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും സയൻസ് ആണെങ്കിൽ പോലും ചില ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് തീരെ പറ്റാത്ത ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മലയാള സാഹിത്യം അതിൽ തന്നെ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സ്പോർട്സിലാണെങ്കിലും കുറേ കാര്യങ്ങൾ സ്കിപ്പാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഒരു സിലബസ് കവർ ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ കവർ ചെയ്തു പഠിച്ചിട്ടൊന്നും അല്ല എല്ലാവരും ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള പഠനം അടിപൊളിയാക്കി തന്നെ പോവുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായി പഠിക്കുക. മഴയാണ്, തണുപ്പാണ്, മൂടി പൊതിച്ച് കിടക്കാറൊന്നും നിൽക്കരുത്. ഇനിയുള്ള ദിവസങ്ങൾ നല്ലപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.